ചിത്രരചനയിലെ വ്യത്യസ്തമായൊരു രചനാ രീതിയാണ് മണൽ ചിത്രരചന. മണൽ ചിത്രരചനയിലൂടെ ശ്രദ്ധേയനായ ഉദയ് റസൽപുരമാണ് ഇന്ന് ക്യാപിറ്റൽ ക്യാൻവാസിൽ. പ്രകൃതിദത്തമായ വർണ്ണമണൽ കൊണ്ട് ചിത്രങ്ങൾ രചിക്കുന്നതിൽ മികവ് തെളിയിച്ച് ശ്രദ്ധേയനായ ഒരു പ്രവാസിയാണ് ഉദയ് റസൽപുരം. തിരുവനന്തപുരം ജില്ലയിലെ റസൽപുരം സ്വദേശിയായ ഉദയ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ പ്രമുഖ ചിത്രകാരനായ നേമം കൃഷ്ണൻ നായരുടെ കീഴിൽ ഡ്രോയിങ്, പെയിന്റിംഗ് എന്നിവയിൽ പ്രാവീണ്യം നേടി. ചിത്രരചനയിൽ ഇതുവരെ നമുക്ക് പരിചിതമില്ലാത്ത ഒരു മാധ്യമമായിരുന്നു മണൽ എന്നത്. എൻ്റെ അധ്യാപകനായ ശ്രീ നേമം കൃഷ്ണൻ നായരാണ്. അദ്ദേഹമാണ് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ നാച്ചുറൽ കളർ സാൻഡ് കൊണ്ട് മണൽ ചിത്രങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ മണൽ ചിത്രരചന പഠിച്ചത്. എൻ്റെ ചിത്രങ്ങളിലൊന്നും ഞാൻ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളർ ഉപയോഗിക്കുന്നില്ല. എല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത പല നിറത്തിലുള്ള വർണ്ണമണലുകൾ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ഗുരുനാഥന്റെ പാത പിന്തുടർന്ന് നാച്ചുറൽ കളർ സാൻഡ് കൊണ്ട് ഉദയ് രചിച്ച ചിത്രങ്ങൾ പ്രവാസ ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. 9 വർഷത്തോളമായി ഇവിടെ കഴിയുന്ന ഉദയൻ UAE-യിലെ 7 എമിറേറ്റുകളിലെയും മണൽ ശേഖരിച്ച് ഇവിടുത്തെ ഭരണാധികാരികളുടെയും ദേശീയ പതാകയുടെയും ചിത്രമൊരുക്കിയത് ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ സ്മരണാർത്ഥം ഇന്ത്യൻ മീഡിയ അബുദാബി സംഘടിപ്പിച്ച ചിത്രപ്രദർശനത്തിലും ഗാന്ധി ജയന്തി ദിനത്തിൽ അബുദാബിയിൽ ഒരുക്കിയ ലോക അഹിംസാ ദിനാചരണത്തിലും ഉദയന്റെ മണൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ഈ ചടങ്ങിലേക്ക് എത്തിയ രാജകുടുംബാംഗവും മന്ത്രിയുമായ ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ ഉദയന്റെ ചിത്രങ്ങളുടെ പൂർണ്ണത കണ്ട് ഈ രചനാരീതിയെക്കുറിച്ച് ആരായുകയും ഉദയനെ അഭിനന്ദിക്കുകയും ചെയ്തു. നാട്ടിൽ വെച്ചു തന്നെ പ്രമുഖരുടെ ചിത്രങ്ങൾ മണൽ കൊണ്ട് രൂപപ്പെടുത്തുകയും ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രപ്രദർശനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കലാരൂപത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പരിചയപ്പെടുത്തുവാൻ വിവിധ എമിറേറ്റുകളിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നും അത് വലിയൊരു നേട്ടമായി താൻ കാണുന്നു എന്നും ഉദയ് അഹ്ലൻ അബുദാബിയോട് പറഞ്ഞു. സഖാവ് VS അച്യുതാനന്ദൻ കരിമണൽ ഖനനത്തിനെതിരെ അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ കരിമണൽ ശേഖരിച്ച് ആ കരിമണൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് ചെയ്ത് ഞാൻ സമ്മാനിക്കുകയുണ്ടായി. അതിനുശേഷം ഗൾഫിൽ വന്നു നിരവധി ഷെയ്ഖ്മാരുടെ പിക്ചർ ചെയ്ത് അവിടെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലെ വ്യത്യസ്ത നിറങ്ങളിലുള്ള മണലുകൾ ശേഖരിച്ച് ഇത് കഴുകി വൃത്തിയാക്കി പ്രത്യേകം പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അതിനായി തൻ്റെ സുഹൃത്തുക്കളും സഹായിക്കാറുണ്ട് എന്നും ഈ രചനാരീതിയെ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൂട്ടുകാരുടെ നിർലോഭമായ സഹകരണം ലഭിക്കുന്നുണ്ട് എന്നും ഉദയ് പറയുന്നു. എൻ്റെ നിരവധി സുഹൃത്തുക്കൾ എന്നെ സഹായിക്കുന്നുണ്ട് മണൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ മാഷായിട്ട് തുടങ്ങി വെച്ച ഈ ഒരു ചിത്രകല കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നിട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മണൽ ചിത്രം നിർമ്മിച്ച്
ഗിന്നസ് ബുക്കിലേക്ക് ഇടം നേടാനുള്ള ശ്രമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ.